അഗ്നിസാക്ഷി ഭാഗം 5. അമ്പലത്തിൽ നിന്നുള്ള പാട്ട് കേട്ടുകൊണ്ട് യശോദാമ്മ ഉണർന്നു. കട്ടിലിൽ എഴുന്നേറ്റിരുന്ന് നെഞ്ചിൽ കൈവച്ച് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച ശേഷം അവർ എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അകത്തളത്തിലേക്ക് കടന്നപ്പോൾ തന്നെ നല്ല ചന്ദനത്തിരിയുടെ ഗന്ധം അവിടെ ആകെ പരന്നു. അവർ അത്ഭുതത്തോടെ ചുറ്റും നോക്കി. പൂജാമുറിയിൽ ദീപം തെളിയിച്ചിരിക്കുന്നു. കൃഷ്ണവിഗ്രഹത്തിൽ പുതിയ തുളസിമാല ചാർത്തിയിരിക്കുന്നു. പതിവില്ലാത്ത തിളക്കം കണ്ണൻ്റെ മുഖത്ത് കാണാം. ഇതാരാ ഇതൊക്കെ ചെയ്തത്? വീണി എഴുന്നേൽക്കാൻ സമയമായില്ലല്ലോ. യശോദ ചുറ്റും നോക്കി. അപ്പോഴാണ് സാമ്പ്രാണി പുകച്ചുകൊണ്ട് നടക്കുന്ന ശ്രീപാർവതി അവർ കണ്ടത്. കുളിച്ച് ഈറമുടി അഴിച്ചിട്ട് തലയിൽ തുളസിക്കതിർ ചൂടി നെറ്റിയിൽ ചന്ദനക്കുറിയും നെറുകയിൽ സിന്ദൂരവും അണിഞ്ഞ് ഐശ്വര്യത്തോടെ നിൽക്കുന്ന ശ്രീപാർവതി കണ്ട് അവരുടെ മനസ്സ് നിറഞ്ഞു. അവരെ കണ്ടതും ശ്രീപാർവതി അവരുടെ അരികിലേക്ക് വന്നു. അമ്മ എഴുന്നേറ്റോ, വരൂ, ഞാൻ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതും പറഞ്ഞ് സാമ്പ്രാണി അവിടെ വെച്ച് അടുക്കളയിലേക്ക് നടന്നു. നീയാണോ ഇതൊക്കെ ചെയ്തത്? അതെ. എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്തത്? ഇങ്ങനെയൊക്കെ ചെയ്ത് എൻ്റെ മനസ്സ് മാറ്റാമെന്നാണോ? അതിനുള്ള സോപ്പിടാനാണോ ഇത്? അവൻ നിന്ന് ഒരു നിമിഷം അവരെ നോക്കി. ഞാൻ ആരെയും സോപ്പിടാനൊന്നുമല്ല ഇതൊക്കെ ചെയ്തത്. ചെറുപ്പം മുതലുള്ള ശീലമാണ്. അത് എവിടെയും ചെയ്തു, അത്രയേ ഉള്ളൂ. അതും പറഞ്ഞ് അവൾ അടുക്കളയിലേക്ക് നടന്നു. യശോദാമ്മ പൂജാമുറിയിൽ കയറി തൊഴുത ശേഷം നേരെ അടുക്കളയിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ കറികൾക്കുള്ളതെല്ലാം അവർ മുറിച്ചിട്ടിരുന്നു. അടുപ്പിൽ ചോറുവെള്ളം തിളയ്ക്കുന്നുണ്ടായിരുന്നു. ഗ്യാസ് അടുപ്പിൽ ഇഡലി വെച്ചിരിക്കുന്നു. അവർ അമ്പരപ്പോടെ എല്ലാം നോക്കി. അപ്പോഴേക്കും ഒരു ഗ്ലാസ്സിൽ ചായയുമായി ശ്രീപാർവതി അവരുടെ അരികിലേക്ക് വന്നു. ഇതാ അമ്മേ, ചായ. അവർ അത് വാങ്ങാതെ നിന്നു. അമ്മേ, എന്നുള്ള ദേഷ്യം എന്നോട് കാണിച്ച പോരെ, അത് ആഹാരത്തോട് കാണിക്കണ്ട, ഇത് കുടിക്കേ, അവൾ പറഞ്ഞു. യശോദ ഒന്നും മടിച്ച ശേഷം അത് വാങ്ങി കുടിച്ചു നോക്കി. അവരുടെ മുഖം വിടർന്നു. നല്ല രുചിയുള്ള ചായ, ഇവളാൾ കൊള്ളാമല്ലോ, അവർ മനസ്സിലോർത്തു. യശോദാമ്മയുടെ മുഖം കണ്ടതും അവൾക്ക് സന്തോഷമായി. അവൾ തൻ്റെ ജോലിയിലേക്ക് തിരിഞ്ഞു. രാവിലെ തന്നെ നല്ല സുഗന്ധം മൂക്കിലടിച്ചതും കാശിനാഥൻ കണ്ണു തുറന്നു. നല്ല സാമ്പ്രാണിയുടെ ഗന്ധം. അവൻ പതിയെ എഴുന്നേറ്റു. മണി 6 കഴിഞ്ഞിരിക്കുന്നു. ഓ ഗോഡ്, ജോഗിങ്ങിന് പോകാൻ സമയമായി. അവൻ എഴുന്നേറ്റ് ചെന്ന് ഫ്രഷായി ജോഗിങ് ഡ്രസ്സ് ഇട്ട് അകത്തളത്തിലേക്ക് വന്നു. അപ്പോൾ തന്നെ അവന് വല്ലാത്തൊരു ഉന്മേഷവും ഉണർവും തോന്നി. അവൻ നേരെ പുറത്തേക്ക് ഇറങ്ങി. ജിതൻ അവനെയും കാത്ത് റോഡിൽ നിൽപ്പുണ്ടായിരുന്നു. നീ എന്തേത് താമസിച്ചോ? എഴുന്നേക്കാൻ കുറച്ച് വൈകി. രണ്ടാളും ഓട്ടം തുടങ്ങി. വഴിയെ പോകുന്നവരെല്ലാം കാശിനാഥനെ നോക്കി വല്ലാത്തൊരു ചിരി ചിരിച്ചു. അതൊക്കെ കണ്ട് അവനെന്തോ പന്തികേട് തോന്നി. എല്ലാവരും എന്താണ് എന്നെ ഇങ്ങനെ ആക്കിച്ചിരിക്കുന്നത്? അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ലേ? ജിതൻ ചോദിച്ചു. അവന് കാര്യം പിടികിട്ടി. ഇനി ഏതായാലും മതി, എനിക്ക് ഓടാൻ വരാം, ഞാൻ തിരിച്ചു പോവുകയാണ്. അതും പറഞ്ഞ് അവൻ തിരിഞ്ഞോടാനൊരുങ്ങി. നിൽക്കുന്ന ഞാനും ഉണ്ട് എന്ന് പറഞ്ഞ് ജിതനും അവൻ്റെ ഒപ്പം ഓടി. ഇതെന്താ സാറേ, നേരത്തെ ഓട്ടം മതിയാക്കിയ? ആൾത്തറയിൽ ഇരുന്നു കൊണ്ട് ആളുകൾ ചോദിച്ചു. ഇന്നെന്ത് വയ്യ, അതുകൊണ്ട് മതിയാക്കി. 2 കിട്ടിയതല്ലേ, അതിൻ്റെ ക്ഷീണം കാണാം. വിളിച്ചിന്ന് 2 കൂടി കൂഴം വിട്ടൊന്ന് കുളിപ്പിക്കാൻ പറ, വേദനയൊക്കെ മാറിക്കോളും. ഒരുത്തൻ കളിയാക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാലും സാറൊരു ഭാഗ്യവൻ തന്നെ. ഇവിടെ കെട്ടാൻ നിൽക്കുന്നവന്മാർക്ക് പെണ്ണ് കിട്ടാനില്ല. അപ്പോഴാണ് കെട്ടിയൊരു കൊച്ചുള്ള സാറിന് ഒരു പെണ്ണിനെ കിട്ടുന്നത്. അത് നല്ല ബമ്പറടിച്ച പോലെ ഇരുത്തി. സാറിൻ്റെ ഒരു യോഗം, ഒരുവൻ നെടുവീർപ്പോടെ പറഞ്ഞു. എല്ലാം കേട്ട് കാശിക്ക് ദേഷ്യം വന്നു. അവൻ കൈ ചുറ്റി അവരുടെ നേരെ നടക്കാൻ ഒരുങ്ങിയതും ജിതൻ തടഞ്ഞു. കാശി, വേണ്ട, അവന്മാരെന്തെങ്കിലും പറഞ്ഞോട്ടെ, നമ്മളൊക്കെ എന്തിനെ അതിന് ചെവി കൊടുക്കാൻ പോകുന്നത്? നീ വന്നേ. ജിതൻ അവനെയും വിളിച്ചുകൊണ്ട് നടന്നു. മുറിയിലെത്തിയതും കാശി കിതച്ചുകൊണ്ട് കുറച്ച് സമയം കടലിലായിരുന്നു. പിന്നെ ടവലെടുത്ത് കുളിക്കാനായി പോയി. കുളിച്ച് പുറത്തേക്ക് ഇറങ്ങിയതും ആവി പറക്കുന്ന ചായയുമായി ശ്രീപാർവതി അവിടേക്ക് വന്നു. അവളെ കണ്ടതും അവൻ അതിശയത്തോടെ നോക്കി നിന്നുപോയി. കണ്ടിട്ടാ, ഇത് ചായ. അവളുടെ സ്വരം കേട്ടതും അവൻ ചിന്തയിൽ നിന്ന് ഞെട്ടി നിന്നു. എനിക്ക് നിൻ്റെ ചായ വേണ്ട. അതെന്താ, ജോഗിങ് കഴിഞ്ഞ് വന്ന ഉടനെ കണ്ടിട്ട് ചായ വേണമെന്നത് നിർബന്ധമല്ലേ? പിന്നെ ഇന്നെന്താ വേണ്ടാത്തത്? എല്ലാ കാര്യങ്ങളും നിന്നെ ബോധിപ്പിക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഉണ്ട്. ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ? ഭാര്യ? എന്നെ ഭീഷണിപ്പെടുത്തിയല്ലേടി നീ എന്നെ കൊണ്ട് കഴുത്ത് താളി കെട്ടിച്ചത്? അതിനൊരു വിവാഹമായി ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല. ഓ ആയിക്കോട്ടെ, തൽക്കാലം ഈ ചായ കുടിക്കുക. എന്നുള്ള ദേഷ്യം ആഹാരത്തോട് കാണിക്കണ്ട. അതും പറഞ്ഞ് അവൾ ചായ അവന് നേരെ നീട്ടി.
അവൻ മുഖം തിരിച്ചു നിന്നു. അവൾ ചായ മേശപ്പുറത്ത് വെച്ച് പുറത്തേക്ക് നടന്നു. കുറച്ചു കഴിഞ്ഞതും അവൾ പോയോ എന്ന് എത്തി പരിഞ്ഞു നോക്കി. പിന്നെ ചായ എടുത്ത് കുടിച്ചു. കൊള്ളാമല്ലോ. അവൻ സാധുവോടെ ചായ ആസ്വദിച്ച് കുടിച്ചു. വാതിലിൻ്റെ മറവിൽ നിന്ന് ശ്രീപാർവതി ഇതെല്ലാം കണ്ട് പുഞ്ചിരിച്ചു. പിന്നെ തിരിഞ്ഞു നടന്നു. തുടരും.